ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവിൽ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളുണ്ട്. അതായത് ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസുകൾ, വീഡിയോസുകൾ, ഡോക്യുമെൻറ്റ്സുകൾ ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങളറിയാത്ത ഒരു കിടിലൻ ഫീച്ചറുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. അതായത് ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ ഞാൻ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഏത് ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻറ്റ്സും ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. നമുക്കിവിടെ പ്ലസ് ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസുകൾ, വീഡിയോസുകൾ, ഡോക്യുമെൻറ്റ്സുകൾ ഒക്കെ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെ ഗൂഗിൾ ഡോസ്, അതുപോലെ തന്നെ ഗൂഗിൾ ഷീറ്റ്സ്, ഗൂഗിൾ സ്ലൈഡ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഫോൾഡറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് പുറമെ ഇവിടെ സ്കാൻ എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ നിങ്ങൾക്ക് മുകളിൽ വലതുവശത്തായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആവും. ഞാനിപ്പോൾ ഫ്രണ്ട് ക്യാമറ മാറ്റി ബാക്ക് ക്യാമറ ആക്കിയിരിക്കുകയാണ്. ഇവിടെ ഞാനൊരു ID കാർഡ് ഞാനിവിടെ സ്കാൻ ചെയ്യാണ്. ഇവിടെ ക്യാമറയുടെ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഫോട്ടോ എടുത്തിട്ടുണ്ടാകും. നമുക്കിവിടെ ഓക്കെ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഞാനിപ്പോൾ ക്രോപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് കറക്റ്റായിട്ട് വെച്ചിട്ട് ഞാനിത് ക്രോപ്പ് ചെയ്യാണ്. വളരെ കൃത്യമായിട്ട് ഇത് ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഡണ്ണ് കൊടുക്കുകയാണ്. ഡണ്ണ് കൊടുത്ത ഉടനെ തന്നെ ഇവിടെ ആ ഒരു വിസിറ്റിംഗ് കാർഡ് സ്കാനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ബ്ലറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, കളറ് എന്തെങ്കിലും ഡിഫറൻറ്റ് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ കളേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കളർ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇത് എഡിറ്റൊക്കെ വരുത്തിയിട്ട് അതിൻ്റെ ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിനുശേഷം നിങ്ങളിവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഏത് രൂപത്തിലാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട്. അതിനൊരു ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ID കാർഡ് എന്ന് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ID കാർഡ് എന്ന് തന്നെ കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഏത് അക്കൗണ്ടിലാണ് നമുക്കിത് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അക്കൗണ്ട്, നമ്മുടെ മൊബൈലിൽ ഏതൊക്കെ അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലൊക്കെ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൈ ഡ്രൈവ് എന്ന ഭാഗത്ത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ മുകളിൽ വലതുവശത്ത് ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ഫോൾഡർ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ID എന്നുള്ള ഒരു ഫോൾഡർ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ID എന്ന ഫോൾഡറിലേക്ക് ഞാനിത് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം സേവ് കൊടുക്കുകയാണ്. ഇപ്പോൾ ID എന്നൊരു ഫോൾഡർ വന്നിട്ടുണ്ട്. ആ ഫോൾഡറിലാണ് ഞാനിപ്പോൾ ഒരു കാർഡ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ആ കാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ കാർഡ് നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാനും സാധിക്കും. ഇവിടെ വലതുവശത്തുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് എന്ന ഭാഗമുണ്ട്. അവിടെ നിന്ന് നമ്മുടെ മൊബൈലിൻ്റെ ഗാലറിയിലേക്ക് ഇത് സേവ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്കാൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ മറുവശവും നമുക്ക് സ്കാൻ ചെയ്ത് ഒരേ ഒരു ഫയലായിട്ട് നമുക്ക് സൂക്ഷിക്കാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.